ഹലോ എവരിവൺ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇത് ട്രാക്സസിൻ്റെ ലാൻഡ് റോവർ ഡിഫൻഡർ TRX4 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ മോഡൽ പണ്ട് തൊട്ടേ ഇറങ്ങുന്നുണ്ട്. 2016-17 തൊട്ട് ഈ സാധനം ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഈ സാധനത്തിൻ്റെ പഴയ മോഡലിനൊക്കെ എന്ന് പറഞ്ഞാൽ ബോഡി ഒരു ക്ലിപ്പ് വെച്ച് ഫിറ്റ് ചെയ്യുന്ന ബോഡി ആയിരുന്നു. ഇത് ജസ്റ്റ് പുഷ് ചെയ്യുക, ഇറക്കുക. അപ്പോൾ ആ ഒരു മാറ്റം, പിന്നെ മഡ് ഗാർഡിൻ്റെ താഴെ കവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് എനിക്കൊന്നും ഇല്ലായിരുന്ന ആ ആദ്യത്തെ മോഡലിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഈ വണ്ടിയുണ്ട്, ഇതിൻ്റെ ചാർജർ ഞാൻ സെപ്പറേറ്റാണ് മേടിച്ചത്. ഇത് ബാറ്ററിയും സെപ്പറേറ്റാണ്, ഇത് റിമോട്ട് ഇടാനുള്ള ബാറ്ററിയും ഇത്രയും സാധനം സെപ്പറേറ്റാണ് മേടിച്ചത്. ഈ വണ്ടി ജസ്റ്റ് വണ്ടി വരും, പിന്നെ റിമോട്ടും വരും, പിന്നെ യൂസർ മാനുവലും കാണും. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് പുറത്തെടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്. ഇത് ഞാൻ ഇത് പറിച്ചെടുത്ത് ഇനി ഇതിൻ്റെ ബോക്സ് നമുക്ക് തുറക്കാം. ഇതാണ് ഗൈസ് ആദ്യം തന്നെ ഒരു റിമോട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ സംഭവമാണ് ഇതിൻ്റെ റിമോട്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ട്രാക്സസിൻ്റെ റിമോട്ടാണ് ഇത് ഡിഫ് ലോക്കിൻ്റെയും. പിന്നെ ഇവിടെ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൾട്ടി ഫങ്ഷൻ സ്വിച്ച് ഉണ്ട്. ഇത് സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, ഇത് ചിലപ്പോൾ ഓൺ ഓഫ് ആയിരിക്കണം ഇത്. പിന്നെ ഇത് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇത് ബാക്ക് ആൻഡ് ഫ്രണ്ട്, ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോകാനുള്ള. അപ്പോൾ ഗൈസ് ഓൺ ഓഫ് സ്വിച്ച് ഇതാ ഗൈസ് ഇവിടെ. അപ്പോൾ ഇത് വേറെ എന്തോ സ്വിച്ച് ഇതായിരിക്കും ചിലപ്പോൾ ഓൺ ഓഫ് സ്വിച്ച്. അപ്പോൾ ഗൈസ് ഇതാണ് റിമോട്ട്. ഇനി ഇതിനകത്തുള്ള മിക്കവാറും വണ്ടിയായിരിക്കും ഗൈസ്. നമുക്ക് നോക്കാം. ഈ കളർ ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഈ ഞാൻ മേടിച്ചേക്കുന്ന ആകെ ഒരു കളർ, 2 കളറേ ഉള്ളായിരുന്നു അവിടെ. ഒരെണ്ണം പഴയ മോഡൽ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഴയ മോഡൽ എന്തിനാണ് എടുക്കുന്നതെന്ന് ഓർത്ത്. പിന്നെ ഇതൊരു എന്തോ സാൻഡിൻ്റെ കളറാണ് ഈ വണ്ടിക്ക്. നമുക്ക് കാണാം. ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അടിപൊളി, തല തിരിഞ്ഞിരിക്കുന്ന ഗൈസ്. ഇവനെ നേരെയാക്കാം നമുക്കധികം. ഇത് ഒത്തിരി വലിപ്പമുണ്ട് ഗൈസ് ഈ ബോക്സിന്. അതായത് ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മെയിൻ വണ്ടി. നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ് ഇതിന്. ഈ ഒരു സാൻഡ് കളറാണ് ഞാൻ മേടിച്ചത്. ഇതേ ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ബ്ലാക്ക് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇതിൻ്റെ പകരം വേറെ ഒരു ഫോർഡിൻ്റെ ബ്രോങ്കോ ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഞാൻ ആദ്യം മേടിച്ചത് ഗൈസ്. പിന്നെ എൻ്റെ മനസ്സ് മാറി ഒരു 1.5 മണിക്കൂറോടെ നിന്ന്. ഞാൻ ശരിക്കും ഡിഫൻഡർ ആയിരുന്നു ആഗ്രഹിച്ച് പോയത്. പിന്നെ ബ്രോങ്കോ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് മൂമെൻറ്റ് ഞാൻ പിന്നെ ഇതങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്ത്. കളർ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ ബോഡി സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. ഇച്ചിരി എക്സ്പെൻസീവ് വന്നാലും ഇതെന്തായാലും ഞാൻ ഇതൊക്കെ വെളിയിൽ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഇവിടെ വിൻ്റർ ആയിരുന്നു, ഇനിയിപ്പോൾ സമ്മർ ആകാൻ പോവാം. ഇനിയിപ്പോൾ ഞാൻ ഈ വണ്ടി എന്തായാലും പ്രോപ്പർ ഞാൻ എനിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഇത് വെളിയിൽ പുറത്തൊക്കെ കൊണ്ടുപോകും. ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തും. ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഗൈസ് ഈ വണ്ടിക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ സ്നോർക്കൽ, ഈ ബമ്പർ, പിന്നെ ഈ സാധനം ഓൾറെഡി ഇങ്ങനെ റെഡി ടു റൺ ആയിട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു സാധനമുണ്ട്, ഒരു ജെറിക്കാൻ 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു സ്പെയർ വീൽ, ഫുൾ സൈസ് സ്പെയർ വീലും ഈ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം. പിന്നെ വേറെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വലിയ പുസ്തകമുണ്ട്. ട്രാക്സസിൻ്റെ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ഇത് ഫുള്ള് ഇതിൻ്റെ യൂസർ മാനുവൽ എന്തെങ്ങനെ ചെയ്യണം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീലൂരാനുള്ള ഇതിനെന്തോ പറയുന്നത്, സ്പാനറോ എന്തെങ്കിലും പറയാം നമുക്കിത്. പിന്നെ കുറച്ച് ട്രാക്സസിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ എന്തോ 1-2 ഹുക്ക് പോലത്തെ സാധനമുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അയക്കാൻ, അല്ലെങ്കിൽ പോലത്തെ സാധനം അയക്കാൻ വേണ്ടിയായിരിക്കും ഇത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിരുന്നു ഗൈസ് ബോക്സിലുണ്ടായിരുന്നു. ഇനി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ. ഒന്നുമില്ല. അപ്പോൾ ഇത്ര സാധനമായിരുന്നു നമ്മുടെ ബോക്സിലുണ്ടായിരുന്ന ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. ഇതിൻ്റെ സിസ്റ്റം ഇവിടെ 2 താഴെ 2 ക്ലിപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും തുറന്നു. ഇത്രയേ ഉള്ളൂ. ഈ പുതിയ മോഡലിൻ്റെ പ്രത്യേകത ഇത്. പഴയ മോഡലായിരുന്നപ്പം ഇവിടെ ഇങ്ങനെ 2 ടവറൊക്കെ വന്ന് നമ്മൾ ബോഡി എടുത്ത് വെച്ചിട്ട് ഒരു ക്ലിപ്പ് വെച്ച് കയറ്റി വെക്കുന്നതായിരുന്നു പഴയത്. പിന്നെ ഇതൊന്നും ഇല്ലായിരുന്നു പഴയ വണ്ടിക്ക് ഇതിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തെല്ലാം നമുക്ക് ടെയിൽ ലൈറ്റ് കൊടുക്കാം. ഈ ലൈറ്റ് നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ ഇതെല്ലാം എക്സ്ട്രാ കേട്ടോ ഗൈസ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ്. ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഈ വണ്ടി തന്നെ എക്സ്പെൻസീവാണ്.
അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഫണ്ടാകുന്നതനുസരിച്ച് ഞാൻ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പിന്നെ ഭയങ്കര ഈസിയായി. ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പാർട്സും ഞാൻ ഈ മേടിക്കുന്ന ഷോപ്പിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടെങ്കിലും പോകണ്ട. ഇനി എനിക്കറിയത്തില്ലെങ്കിൽ ആ ഷോപ്പിൽ തന്നെ അവർ തന്നെ ചെയ്തും തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗുണമുണ്ട്. ഇതിപ്പം ഇതിൻ്റെ അകത്തെ ബോഡി ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സസ്പെൻഷനൊക്കെ നല്ല അടിപൊളി സസ്പെൻഷൻ. ആ മോട്ടർ നിങ്ങൾക്ക് കാണാം. ട്രാക്സസിൻ്റെ ടൈറ്റൻ 21D 550 റിവേഴ്സ് റൊട്ടേഷൻ മോട്ടർ അതിനകത്തുള്ളത്. ESC ഒക്കെ വാട്ടർ പ്രൂഫ് നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് ഈ സംഭവം. ഇതാ മെയിൻ ഇതിൻ്റെ ഗൈസ്. ഈ സാധനം ഇല്ലാത്ത ഈ 2 സ്ട്രട്ടുള്ള മോഡലും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അത് ബ്ലാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലാക്ക് ആയിരുന്നു വേണ്ടത്. പിന്നെ ഞാൻ എന്തിനാണ് നമ്മൾ പഴയ മോഡൽ എടുക്കുന്നതെന്ന് നോക്കുക. ഈ പുതിയ സാധനം എടുത്ത് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇടുന്ന കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ ബാറ്ററി ഇട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്യും. പിന്നെ ഇത് ഓൺ ഓഫ് ചെയ്യുന്ന സ്വിച്ചാണ് ഗൈസ് ഇത്. അപ്പോൾ ഇത്ര സാധനമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് ബാറ്ററി, ചാർജർ, പിന്നെ ഈ റിമോട്ടിൽ ഇടുന്ന ബാറ്ററി, ഇതൊന്നും ഈ പ്രൊഡക്റ്റിൻ്റെ കൂട്ടി വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്തു. നല്ല റേറ്റ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇത് ട്രാക്സസിൻ്റെ തന്നെ ചാർജറാണ്. ഇത് 4 ആംപിയർ. നമുക്ക് നിക്കൽ മെറ്റലും ലൈപ്പോ ബാറ്ററിയും ഈസി പീക്ക് പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്ന ഇത് കണ്ടോ, ട്രാക്സസിൻ്റെ 5000 3 സെല്ല് 5000 mAh ലൈപ്പോ ബാറ്ററി ഇതിന് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല പവറുള്ള ബാറ്ററി. ഇതിന് എനിക്ക് തോന്നുന്നത് 2S ഇടാം. പിന്നെ ഞാൻ എന്തായാലും മേടിച്ച സ്ഥിതിക്ക് നല്ലത് തന്നെ മേടിച്ചേക്കാന്ന് ഓർത്തു. അവിടെ ഉള്ളതിനകത്ത് നല്ല ബാറ്ററിയാണ് ഇത്. പിന്നെ നമുക്ക് കൺട്രോളർ ഇടാൻ വേണ്ടി ട്രാക്സസിൻ്റെ ഇതുപോലത്തെ 4 ബാറ്ററിയും വേണം. അപ്പോൾ ഇത് ഞാൻ അവിടെ തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഇത്രയും സാധനം എല്ലാം കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഓടിക്കാൻ തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞ ചാർജറും ബാറ്ററിയും അത്യാവശ്യം നല്ല, ഏകദേശം ഈ 2 സാധനം തന്നെ നോക്കുകയാണ്, നമ്മുടെ ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ ഏകദേശം 10-12 രൂപ ചാർജറും ബാറ്ററിക്കും മാത്രം വരും. പിന്നെ ഈ വണ്ടീൻ്റെ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതെന്തോ ആ സാധനമൊന്ന്. അപ്പം നമുക്ക് ഗൈസ് ഇതിനകത്ത് എങ്ങനെയാണ് ബാറ്ററി ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് തുറക്കുക. ഇതിനകത്തുള്ളത് ഒരു യൂസർ മാനുവലുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതാണ് ഗൈസ് ചാർജർ. ഇത് നിങ്ങൾക്ക് കാണാം എന്തൊക്കെ ചാർജ് ചെയ്യുന്നത്. ഇതിനകത്ത് ലൈപ്പോ ബാറ്ററി ചെയ്യും, നിക്കൽ മെറ്റൽ ബാറ്ററിയും ചെയ്യും. 1 ആംപ് 2 ആംപ് 3 ആംപ് 4 ആംപ്. 4 ആംപിലാണ് നമ്മുടെ ഫുൾ ചാർജാണ്. ഇത് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ചാർജറിൻ്റെ കഥ. ഇനി ഞാൻ നിങ്ങളെ ബാറ്ററി കാണിച്ചു തരാം, ബാറ്ററി എങ്ങനെ ഉണ്ടെന്ന്. ഈ സാധനം ജസ്റ്റ് ഇവിടെ നിന്ന് തുറക്കുക. ഞാൻ പിന്നെ ഇതിൻ്റെ വേറെ നമുക്ക് തേർഡ് പാർട്ടി ബാറ്ററീസ് ഒക്കെ കിട്ടും, ഇച്ചിരി ചീപ്പായിട്ട് കിട്ടും. ഞാൻ അത് നോക്കിയായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് അതിൻ്റെ എന്താ രണ്ടും കൽപ്പിച്ചെങ്കിൽ ഇതങ്ങ് മേടിച്ചു. ഒന്നും പറയാനില്ല, അത് മേടിച്ചാലും മതിയായിരുന്നു. എന്നാലും ഒരേ ബ്രാൻഡ് ഇരിക്കട്ടെ. ആദ്യമായിട്ടല്ല ഞാൻ ഇങ്ങനത്തെ ഒരു നല്ലൊരു വണ്ടി, ഫുൾ ഫ്ലിറ്റ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതാണ് 5000 mAh ബാറ്ററി. ഇത് ട്രാക്സസിൻ്റെ റിമോട്ട് ഇടാനുള്ള സെല്ലുകളാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ബാറ്ററി. ഇത് ജസ്റ്റ് ഈ ട്രേയിലോട്ട് കറക്റ്റ് ഫിറ്റാണ് വെക്കുക. ഈ സാധനം പിടിച്ച് ഇതിനകത്തോട്ട് ഇങ്ങനെ ലാച്ച് ചെയ്യുക. ഇത് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിനകത്തോട്ട് കയറ്റുക. പിന്നെ ആദ്യം റിമോട്ട് ഓൺ ചെയ്യണമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. നോക്കാം, ഈ സാധനം സ്വിച്ച് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഓണായിട്ട് പച്ച ലൈറ്റ് കത്തും. അതെന്താണെന്നറിയാം, ചിലപ്പോൾ ഒക്കെ നമ്മൾ ഇതാദ്യം ഓൺ ചെയ്താലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ പോക്കങ്ങ് പോകും, ചാടിയിട്ട് എവിടെ ചാടി നോക്കും സാധനം. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈസി സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്. നിങ്ങൾക്ക് കാണാം പച്ച ലൈറ്റ് ഇവിടെ കത്തിയിട്ടുണ്ട്. ഈ ചെറിയ ബട്ടൺ ഞെക്കണ്ട. അപ്പോൾ ഈ സംഭവം ഓണായി. ഇനി നമുക്ക് ഈ ബോഡി എടുത്ത് നിങ്ങളെ ആദ്യം ഞാൻ ഇങ്ങനെ തന്നെ സ്പീഡ് കാണിച്ചു തരാം ഗൈസ്. ഈ കൺട്രോളറിനകത്ത് പൊക്കട്ടെ. ഇതാണ് സ്ലോ സ്പീഡ് ഗൈസ്. ഇതാണ് ഹൈ സ്പീഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം പവർ. പിന്നെ നമുക്ക് ഈ മോട്ടറൊക്കെ മാറുവാണെങ്കിൽ നല്ല കിടിലും മോട്ടർ വെക്കുവാണെങ്കിൽ ഇത് ഇതിൻ്റെ അപ്പുറം പോയി സാധനം. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി കയറ്റാം. ബോഡി കയറ്റാനാണ് ഇതിനകത്ത് ഏറ്റവും എളുപ്പം. വെക്കുക, ക്ലിപ്പ് ചെയ്യുക, നമ്മുടെ മൊഹാവി ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ് ഗൈസ് സാധനം. ഇതിനിപ്പോൾ ലൈറ്റൊന്നും ഇല്ല, ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്യണം. അതിനിപ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ ചെയ്യാമെന്ന് ഓർത്ത് ഇരിക്കുക. എന്നാൽ നമുക്ക് ഈ വണ്ടി ഒന്ന് താഴെ ഇട്ട് ഓടിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ട്രാക്സസിൻ്റെ ഡിഫൻഡർ. താഴെ ഇറക്കി നമുക്കൊന്ന് സ്ലോ സ്പീഡിൽ ആദ്യം ഓടിച്ചു നോക്കാം.
സ്ലോ സ്പീഡ് തന്നെ അത്യാവശ്യം സ്പീഡുണ്ട് ഗൈസ് ഇതിൻ്റെ. ഇതാ സ്ലോ സ്പീഡ് ഇതിൻ്റെ. ചാടി ചാടി നിൽക്കുന്ന കണ്ടോ. ഇനി നമുക്ക് ഹൈ സ്പീഡ് ഇട്ട് നോക്കാം. ഞാൻ പറയണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഗൈസ് ഈ വണ്ടികളൊന്നും വീട്ടിലങ്ങനെ ഓടിക്കാത്ത. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല 3S ബാറ്ററി ഒക്കെ, അത്യാവശ്യം നല്ല പവറുള്ള ബാറ്ററി ഒക്കെയാണ്. നിങ്ങൾക്ക് കാണാം എന്തോ ഒരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകും. ചാടിയാണ് നിൽക്കുന്ന ഗൈസ് വണ്ടി. ഇത് കണ്ടോ ഗൈസ്, വീലി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതിങ്ങനെയാണ് ഗൈസ്. ഇത് ഈ സാധനം നമുക്ക് അധികം കൈ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പോയി ഇടിച്ച് തീർപ്പിച്ച് എല്ലാം കൂടെ. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത വീഡിയോ നമ്മൾ ഈ വണ്ടിയല്ല ഫ്യൂറി ആയിട്ട് നമ്മൾ വെളിയിൽ പോകും. വെളിയിൽ ഇത് ഓടിച്ച് നോക്കണം. ഇവിടെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം തട്ടും, ഭിത്തിയിലൊക്കെ തട്ടി കഴിഞ്ഞാൽ ഭിത്തിയിലൊക്കെ പാടി വീഴും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വണ്ടീൻ്റെ വിശേഷമായിരുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.